മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകുന്നു. ജില്ലയിലെ ഹയർ സെക്കൻഡറി സീറ്റ് സംബന്ധിച്ച് തെറ്റായ കണക്കാണ് സർക്കാരിന്റേതെന്നും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. മലപ്പുറം ജില്ലയിൽ പോലും കഴിഞ്ഞ വർഷം സീറ്റ് മിച്ചമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. തിരഞ്ഞെടുപ്പ് കാലമാണ്. സർക്കാരിന്റെ നയങ്ങൾ, വികസനം തുടങ്ങി പലവിധ വിഷയങ്ങൾ പ്രചാരണ വിഷയമാണ്. ഇതിനിടയിലാണ് സമീപകാല തെരഞ്ഞെടുപ്പിലൊന്നും പ്രചാരണ വിഷയമാകാത്ത മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിയും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുന്നത്. മറ്റ് ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും മലപ്പുറം ജില്ലയിൽ കുട്ടികൾ ഫീസ് നൽകി പഠിക്കേണ്ട അവസ്ഥയാണെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ചില സ്ഥലത്ത് +2 സീറ്റുകൾ അധികമാണ്. മലപ്പുറത്ത് ആവശ്യത്തിന് +2 സീറ്റുകളില്ല. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ സീറ്റുകളടക്കം കൂട്ടിയിട്ടാണ് +2 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഫീസ് ആരാ കൊടുക്കുക? പാവപ്പെട്ടവരെങ്ങനെ കൊടുക്കുക? പാവപ്പെട്ട കുട്ടികൾ എങ്ങനെ പഠിക്കും? പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇപ്പോഴും 90,000 സീറ്റോളം കുട്ടികൾ എക്സസ് ആണ്, സീറ്റില്ലാത്ത അവസ്ഥയാണ്. അതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു പരിഹാരം ഉണ്ടാവുന്നില്ലാന്നേ. എല്ലാ തവണയും ഇത് ഇങ്ങനെ ഇട്ട് വലിച്ചു നീട്ടി അവസാനം 1-2 അഡീഷണൽ ബാച്ച് പോലും അനുവദിക്കുന്നില്ല. സീറ്റ് ഇൻക്രീസ് അനുവദിക്കും. മലപ്പുറത്ത് +1 സീറ്റുകൾ മിച്ചമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ വർഷവും സീറ്റുകൾ അധികമുണ്ടായെന്നും താൻ പറയുന്നതാണ് ശരിയായ കണക്കെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ പോലും കഴിഞ്ഞ വർഷവും മിച്ചം സീറ്റുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഓരോരുത്തരും ഓരോ കണക്ക് പറയുന്നു. ഞാൻ അന്ന് പറഞ്ഞ കണക്കാണ് ശരിയായ കണക്കെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി നിയമസഭയിലടക്കം വലിയ ചർച്ചയായതാണ്. എന്നാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയത്തിൽ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടുന്നത് ആദ്യമാകാം. നിർണായക തെരഞ്ഞെടുപ്പായതിനാൽ സർക്കാരിന് കൃത്യമായ മറുപടിയോ നടപടിയോ ഇല്ലാതെ ഈ വിഷയം അവഗണിക്കാനാകില്ല. നിലമ്പൂരിൽ നിന്ന് ഷബീർ ഒമർ, ടീം മീഡിയ 1.